നമ്മുടെ ഈ കുറെ അച്ഛന്മാരുണ്ട്, അച്ഛന്മാരെ നല്ല രസമുണ്ടല്ലേ? നമുക്ക് ഈ കൂട്ടുകാരെ കുട്ടിക്ക് ഇവരെ കാണാൻ നല്ല രസമില്ലേ? ഇവരെന്താ ഒന്നും മിണ്ടാത്തത്? എനിക്ക് തോന്നുന്നു നിന്നെ കണ്ടതിന്റെ സന്തോഷത്തിൽ ഇരിക്കാൻ തോന്നുന്നു. ചിരിക്കുന്നുണ്ടല്ലേ? ആരാ ചിരിക്കുന്നേ? ഈ പിള്ളേരെല്ലാം ചിരിക്കുന്നുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ പോലെ നിന്നെ കണ്ട സന്തോഷത്തിൽ ചിരിക്കുക. നല്ല സുന്ദരനല്ലേ? നല്ല സുന്ദരനാണല്ലേ? നല്ല മുടിയൊക്കെ നീട്ടി നല്ല മങ്കിയെ പോലെ ഇരിക്കുന്നു. നീ മങ്കിയല്ല ഞാൻ പറഞ്ഞത്, മങ്കിയൊക്കെ നല്ല നീ വളരെ ഗ്ലാമറായിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ കഥ പറയുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു നീ നിന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നല്ലതാണ്. ഞങ്ങളെ പരിചയപ്പെടുത്തി, വിജുവങ്ങള് ഞങ്ങളെല്ലാരെയും പരിചയപ്പെടുത്തി. വിജുവങ്ങളുണ്ട് തുടങ്ങിയിരിക്കുന്നു. ശരി, നോക്കുവായിരുന്നല്ലേ? വിജയങ്ങളിരിക്കുന്നു. ഇത് നമ്മുടെ വേറെ പരിചയപ്പെടാല്ലേ? അല്ലേ? ശരി, ശരി, ഓക്കെ. അപ്പൊ നീ നിന്നെ പരിചയപ്പെടാം. ഞാൻ പേര് പറഞ്ഞു, വിജയോട് പേര് പറഞ്ഞു, ആളുടെ പേര് പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഞങ്ങളെ പരിചയപ്പെടുത്തി. ഇനി നീ നിന്നെ ഒന്ന് പരിചയപ്പെടുത്ത അതിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ശരി, പറഞ്ഞു. ആരെങ്കിലും പേര് മറന്നു അല്ലേ? ആരെങ്കിലും പേര് മറന്നു? ആരെങ്കിലും പേര് മറന്നു? ഈ പേര് മറന്നു അല്ലേ? ഇവന്റെ പേര് മറന്നു. അപ്പൊ ഇവന്റെ പേര് ഞാൻ തന്നെ പറയാം. ഇവന്റെ പേര് ശരി, അവന്റെ പേര് ഓർമ്മ പേരോ? ശരി, നീ എന്താ പറയാൻ പോകുന്നത്? നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഇന്നത്തെ വാക്യം നിനക്കൊന്ന് പഠിപ്പിക്കാം. ഇന്നത്തെ വാക്യം നീ പഠിപ്പിക്കുമല്ലോ. അപ്പൊ ഇന്നത്തെ വാക്യം ഞാൻ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. വാക്യം നിനക്ക് അറിയാമെന്ന് നോക്കാം. ഇന്നലെ ഞാൻ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വാക്യം, മക്കളെ നിങ്ങളുടെ നിനക്കറിയാവോ? ആ വാക്യം നിനക്കറിയാവോ? ആ വാക്യം നിനക്കറിയാം അല്ലേ? എങ്കിൽ നീ എന്ന് പറഞ്ഞു കൊടുത്തേ. മക്കളെ പറഞ്ഞു കൊടുത്തു. ഇതാങ്ങളൊക്കെ പറയുന്നില്ല. നീ പറഞ്ഞു അറിയാമോ? പറഞ്ഞെടുത്തോ. നിങ്ങളെ നീ എന്താ നിനക്ക് അറിയാതെ? മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ. അപ്പൊ നീ പറഞ്ഞു ബാക്കി രണ്ടു പറയാൻ നീ എന്നെ പറഞ്ഞു. പറഞ്ഞു മക്കളെ നിങ്ങളുടെ പറയാം. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിക്കും. Children, obey your parents in Lord. അല്ലേ? Lord. അപ്പൊ മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിക്കും. നമ്മുടെ ഒബീഡിയൻസ് നമുക്കുണ്ടാവണം അല്ലെ? അനുസരണ സ്വഭാവം
അപ്പൊ ഈ വാക്യം പറയുന്നത് ഈ വാക്യം ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് അറിയാമോ? പറഞ്ഞു കൊടുത്തേ. എല്ലാവർക്കും അറിയാം. എഫേസ്യർ 6:1 അല്ലെ? എഫേസ്യർ 6:1 മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അതിന്യായമല്ലോ ഇതുകൂടുണ്ട്. അപ്പൊ ഈ വാക്യം നമുക്ക് പഠിപ്പിക്കാമോ റോണി? പഠിപ്പിക്കാമോ? അപ്പൊ റോണി എന്ന് പറഞ്ഞു ബൈബിളൊക്കെ മടക്കി വെച്ചു. റോണി എല്ലാവരും പറഞ്ഞു തരാൻ പോവുകയാണ്. റോണി പറഞ്ഞു തരാൻ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പറയാം. ഓക്കെ? അമ്മായപ്പനാണോ നിങ്ങൾ പറയുന്നത്? അമ്മായപ്പനല്ല അല്ലെ? അമ്മായപ്പൻ അല്ലേ? പറഞ്ഞു കൊടുത്തു. അപ്പൊ നീ നോക്കിക്കോണം. നീ നോക്കിക്കോണം. ആ കൊച്ചെന്താ പറയുന്നത്? കണ്ണാടി വെച്ച് വെച്ചല്ലേ? ഇവിടെ നോക്കിയിരിക്കണം കേട്ടോ. സംസാരിക്കാൻ പാടില്ല. ഓക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് നീ നോക്കിക്കോണം. ഓക്കെ മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. എഫേസ്യർ 6:1 വിജുവിന് പറയാതിരിക്കുക അല്ലേ? വിജുവിന് പറയാതെ വിജുവിന് വാക്യമൊക്കെ അറിയാം. അതാണ് വിജുവിന് വാക്യമൊക്കെ അറിയാമോ പറയാം. വിജുവിനെ നോക്കണ്ട. കൂട്ടുകാരെ പറയുന്നോ വിജുവിന് പറഞ്ഞോളും. അത് മാത്രമല്ല ആയിരം പറയണം. എല്ലാവരും പറഞ്ഞോളും. ഞങ്ങൾ പറഞ്ഞോളും. അപ്പൊ നീ നോക്കിയോണം. ഒന്നുകൂടെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ ആരാ പറയാതിരിക്കുന്നത് നോക്കിയോണം. നോക്കിയോണം. കൂടി നോക്കുന്നുണ്ട്. എല്ലാവരും പറഞ്ഞോണം. നമ്മളൊന്ന് പറഞ്ഞുതരാം. യോഹന്നാൻ തെറ്റിച്ച് എല്ലാവരും തെറ്റിച്ചു. യോഹന്നാനാണോ? ശരി ശരി നോക്കിയോണേ. 6:1 മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. Children, obey your parents in Lord. എഫേസ്യർ 6:1 മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. അമ്മായിയപ്പൻ പറയാം അല്ലെ? അങ്ങനെ പറയരുത് അല്ലെ? അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. ഓക്കെ ഇതെന്താ? ഇതിന്റെ അർത്ഥം എന്താണ്? ഈ വാക്യത്തിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്കറിയോ? മക്കളെ എന്ന് പറഞ്ഞാൽ ആരാ? ഞങ്ങളല്ലേ? നമ്മൾ ഓരോരുത്തരും മക്കളെ. ബൈബിൾ പറയാണ്, യേശു നമ്മളോട് പറയുകയാണ് മക്കളെ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളല്ലേ? മക്കളെ നിങ്ങളുടെ നിങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയപ്പന്മാരെന്ന് പറഞ്ഞാൽ ഒന്ന് പറയാതെ നീ പറഞ്ഞു കൊടുക്കുന്നത് കണ്ടിട്ടായിരിക്കും. ഓക്കെ ഒന്ന് പറയാം. ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തേ. പറഞ്ഞു കൊടുത്തേ.
പ്രാർത്ഥിക്കാം.